ഈ ഒരു വാക്ക് എന്റെ മകനിൽ നിന്ന് കേൾക്കാനാണല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട, ഒന്നും. മോളെ, അമ്മയുടെ ജീവൻ നിങ്ങൾ തിരിച്ചു തന്നു. അതുപോലെ നിനക്കും ഇനി ഒത്തിരി ഒത്തിരി ആയുസ്സുണ്ടാവും. അമ്മേ, എനിക്കിന്ന് പുറത്തു പോണം. ഈ രാത്രിയിലോ? എന്തിന്? അമ്മ എപ്പോഴും പറയാറുള്ളത് പോലെ ദുഷിച്ച ചില കൂട്ടുകെട്ടുകളുണ്ട് എനിക്ക്. ഇന്ന് രാത്രിയോടെ എനിക്കതെല്ലാം അവസാനിപ്പിക്കണം. നാളെ നേരം വെളുക്കുമ്പോ അമ്മയുടെ മകനായി എനിക്ക് അമ്മയുടെ ഒപ്പം ഉണ്ടാവണം. എന്തിനാ മുത്തശ്ശി കരയുന്നത്? സന്തോഷം കൊണ്ട്. മല്ലി, നീ അമ്മയാണ്. മക്കളെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന അമ്മ. ആ അമ്മയുടെ ശക്തിയാ എന്നെ കാത്തത്. ദൈവങ്ങൾ പല രൂപത്തിലും വരും. ഇന്ന് എന്റെ മുന്നിൽ അത് നിങ്ങളുടെ രൂപത്തിലാ. അമ്മേ ഭഗവതി, എന്താ പെട്ടെന്ന് മടങ്ങിയത്? കൊന്നിട്ട് തിരിച്ചു വരുമെന്നല്ലേ പറഞ്ഞത്? ഇത്ര പെട്ടെന്ന് ചത്തോ അവര്? കൊല്ലാനുള്ള ഉദ്ദേശത്തോട് തന്നെയാ പോയത്. പക്ഷെ വീടിനകത്ത് അവര് മാത്രമല്ല, പിന്നെ അഭയം ചോദിച്ചു വന്ന ഏതോ അതിഥികളെ കയറ്റിക്കിടത്തിയിരിക്കുന്നു. എല്ലാത്തിനും ഒന്നിച്ചാണ് കണ്ടത്. സംശയം തോന്നിയോ? ഏയ് ഇല്ല. ഉദ്ദേശിച്ച കാര്യം നടക്കില്ലെന്ന് ബോധ്യമായപ്പോ ഒന്ന് വഴിമാറ്റി ചവിട്ടി. തെറ്റുകൾ തിരുത്തി അമ്മ അന്വേഷിച്ചു വന്ന പ്രിയപ്പെട്ട മകനായി മാറി. കാല് പിടിച്ച് മാപ്പ് ചോദിച്ചപ്പോ അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ചെയ്തു. വന്നവരുടെ ഭാഗ്യം കൊണ്ടാണത്രേ ഞാൻ നല്ലവനായത്. കൊല്ലണമെങ്കിൽ എല്ലാത്തിനെയും ഒന്നിച്ച് കൊല്ലണം. അതിന്റെ ആവശ്യം എന്താ? അവര് നാളെ രാവിലെ അങ്ങ് പൊയ്ക്കോളും. അത് കഴിഞ്ഞാൽ പിന്നെ തള്ള മാത്രമേ വീട്ടിൽ കാണുള്ളൂ. ഒന്ന് കെട്ടി തൂക്കണം. ഇനിയിപ്പോ ആരെങ്കിലും കൊന്നാൽ തന്നെ തള്ള സന്തോഷത്തോടെ ചാകും. മകൻ മനസ്സ് തിരുത്തിയതല്ലേ? അത് തന്നെയാ ഞാനും പ്രതീക്ഷിച്ചത്. അല്ലെങ്കിലും ഒരർത്ഥത്തിൽ അതിഥികളുടെ വരവ് നന്നായി. നാളെ നേരം വെളുക്കുമ്പോ ദേശത്തുള്ളവരോട് മുഴുവൻ വിശദീകരിക്കും എന്റെ അമ്മ മകൻ നന്നായി വരും. പിന്നെ അതിന് ശേഷം സംഭവിക്കുന്ന ഒന്നിനും ഞാൻ ഉത്തരവാദിയല്ലല്ലോ. നിങ്ങൾ ഭാഗ്യവാനാണ്. എവിടെയൊക്കെ കാലെടുത്ത് വെച്ചാലും അവിടെ ഭാഗ്യം മാത്രമേ ഉണ്ടാവൂ. നമ്മൾ ഇവിടെ നിൽക്കുന്നത് മറ്റാരും കാണണ്ട. വാ. തമ്പുരാൻ, വേദക്കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോ മനസ്സ് വല്ലാതെ നീറുന്നുണ്ട്. പക്ഷെ ആ നീറ്റലിനിടയിലും സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? വർണ്ണമോളുടെ മാറ്റം. വേദക്കുട്ടിയുടെ അസുഖം അവളെ വല്ലാതെ ഉലച്ചിരിക്കുന്നു. പരസ്പരം മത്സരിക്കുന്നവരായിട്ട് കൂടി മോള് വേദക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുഴുവൻ അവള് പൂജാമുറിയിൽ തന്നെ ആയിരുന്നു. നല്ലത്. സാഹചര്യങ്ങൾ എത്ര ഭംഗിയായാണ് മനുഷ്യനെ മാറ്റിയെടുക്കുന്നത്, അല്ലേ മീനാക്ഷി? തീർച്ചയായും. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, വേദക്കുട്ടി തിരിച്ചെത്തുമ്പോ പിന്നെ നമ്മുടെ മകൾ ആ കുട്ടിയോട് മത്സരിക്കില്ല. പിന്നെ ആ കുട്ടിയുടെ ഉത്തമ സുഹൃത്തായിരിക്കും വർണ്ണമോള്. എല്ലാവരെയും ഒരുപോലെ കാണണമെന്നും എല്ലാവരോടും നന്നായി പെരുമാറണമെന്നും നാം നമ്മുടെ മകളെക്കുറിച്ച് ആഗ്രഹിച്ചു. പക്ഷെ കുറച്ചുനാളെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് തെറ്റി. തിരുത്തട്ടെ. മുന്നോട്ടുള്ള പാതയിൽ ആ തിരുത്ത് തന്നെ ആയിരിക്കും അവളുടെ കരുത്തും. വേദക്കുട്ടിയും മല്ലിയും കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? പേടിയില്ല. കാരണം മല്ലിയെന്ന അമ്മയിൽ നാം പൂർണ്ണമായും വിശ്വസിക്കുന്നു. സ്വന്തം മകളെ പോലെ ചേർത്ത് പിടിച്ചാണ് വേദക്കുട്ടിയെ കൊണ്ടുപോകുന്നത്. ആ അമ്മ അത് പൂർത്തിയാക്കും. വിജയിച്ച് തിരിച്ചു വരികയും ചെയ്യും. ഏട്ടൻ തമ്പുരാന്റെ മുറുമുറുപ്പുകൾ ആളുകളിൽ ചിലർ ഏറ്റെടുക്കുന്നു, അല്ലേ? അതാരും മാനിക്കുന്നു. ശരിയുടെ കൂടെ നിൽക്കുക എന്നല്ലാതെ തെറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഉന്നതന്മാരെ കുറിച്ച് നാം വേവലാതിപ്പെടാറില്ല. രാജ്യഭരണം നിസ്സാരമല്ല മീനാക്ഷി. പലതിനോടും പൊരുത്തപ്പെടേണ്ടതായി വരും. ക്ഷമ തന്നെയാണ് ഭരണാധികാരിയുടെ ഏറ്റവും വലിയ ആയുധം. നാം അതിന്റെ പരിശീലനത്തിലുമാണ്. പ്രതീക്ഷ തന്നെ സംഭവിച്ചു. നേരം പുലരും മുമ്പേ മകന്റെ മാറ്റത്തെക്കുറിച്ചുള്ള കഥകൾ അമ്മ നാട് മുഴുവൻ പറഞ്ഞിരിക്കുന്നു.
ഒരു രാത്രിയിലെ ക്ഷമയുടെ സമ്മാനം. വന്നവർ രാവിലെ പോയി കാണും. ഇനി നിങ്ങൾ പോയാൽ മതി. എന്റെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് അകത്ത് കയറണം. വാതിൽ ഭദ്രമായി അടച്ചതിന് ശേഷം ഒരു ശബ്ദം പോലും പുറത്തു വരാതെ അവരുടെ ജീവൻ എടുക്കണം. മനസ്സിലായോ? പെട്ടിയിലുള്ള ആഭരണങ്ങൾ കുറച്ചെടുക്കുക, കുറച്ച് നിലത്ത് ചിതറിയിടുക. കാണുന്നവർക്ക് മോഷണ ശ്രമത്തിനിടെ മോഷ്ടാക്കൾ കൊന്നതായേ തോന്നാവൂ. ചെല്ല്. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് പോകാൻ നിങ്ങൾക്ക്. മരണാനന്തര ചടങ്ങുകൾ കഴിയുമ്പോൾ തിരിച്ചു വരാം. അല്ല, അയൽവാസികൾ ആരെങ്കിലും സഹായത്തിനോ മറ്റോ? ഹേയ്, ഉണ്ടെങ്കിൽ തന്നെ എന്ത്? ആരുണ്ടായാലും ഒന്നിച്ചങ്ങ് തീർത്തേക്കണം. ഇനി ഇങ്ങനൊരു അവസരം ഉണ്ടാവില്ല. ചെല്ല്. ശരി. അമ്മയ്ക്കും മകൻ വിധിക്കുന്ന മോചനമാണിത്. ഏറ്റുവാങ്ങിക്കൊള്ളൂ. വാ അമ്മേ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. പോവാണോ? ക്ഷേത്രത്തിൽ നേരത്തെ എത്തണം. തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഇതിലേ വരാം. തിരിച്ചു വരുമ്പോ അമ്പലത്തിലെ പ്രസാദവും തന്ന് മുത്തശ്ശിയുടെ മോനെയും കണ്ടിട്ടേ പോവും. നന്നായി മക്കളെ. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എന്നോട് നന്നായി അടുത്തുപോയി. പോയിട്ട് വാ. ദൈവവും കാത്തോളും എന്റെ കുഞ്ഞിനെ. നിങ്ങൾ എന്നാ ഇറങ്ങിക്കോ. അയ്യോ, എന്ത് പറ്റി അമ്മേ? അമ്മേ, വല്ലാതെ തല ചുറ്റുന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ. എനിക്ക് ഒട്ടും വയ്യല്ലോ. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പനിക്കൂർക്കയും തുളസിയും ചേർത്ത് അല്പം ചൂടുവെള്ളം കുടിച്ചാ ഇത്തിരി ആശ്വാസം കിട്ടാറുണ്ട്. എന്നാ അമ്മ ഇരിക്ക്, ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് പോകാനുള്ളതല്ലേ? മുത്തശ്ശി സുഖമില്ലാതിരിക്കുമ്പോ ഞങ്ങൾ എങ്ങനെ പോകുന്നത്? മക്കളെ, പുറത്ത് പനിക്കുറുക്കും തുളസി നിൽക്കുന്നുണ്ട്. നിങ്ങൾ പോയി പറിച്ചിട്ട് വാ. അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. വാ. വാടാ. അയ്യോ, എന്താ ഇത്? ഇടയ്ക്ക് വന്ന് കേറാതെ മാറി നിൽക്കണേ അങ്ങോട്ട്. അയ്യോ, അമ്മേ. അയ്യോ, അമ്മേ. അയ്യോ മക്കളെ, മുത്തശ്ശിയെ കൊല്ലാൻ നോക്കണ്ട. ഇവിടെ നോക്കി നിൽക്കാതെ പിടിച്ചും താങ്ങാ നിങ്ങളെ. ഇങ്ങോട്ട് മാറി. എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആഭരണമോ പണോ? എന്താ വേണ്ടത്? ആഭരണവും പണവും ഒന്നും എനിക്ക് വേണ്ടതല്ലേ. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ജീവനാണ്. നിങ്ങളുടെ ജീവൻ എടുക്കാൻ ഇവര് തടസ്സമാണെങ്കിൽ ആ തടസ്സം തന്നെ ആദ്യം തീർത്തേക്കാം. ഇങ്ങോട്ട് വാടി. തൊട്ടു പോകരുത് എന്റെ കുഞ്ഞുങ്ങളെ. മാറി നിൽക്കട. ഈ അമ്മയോ എന്റെ കുഞ്ഞുങ്ങളെ തൊട്ടാൽ വെട്ടിക്കൊന്നുകളെ ഞാൻ. മാറി നിൽക്കാനാ പറഞ്ഞത്. ആരുമില്ലാത്ത ഒരു അമ്മയെ ആക്രമിച്ച് കൊല്ലുന്നത് ആണത്തമാണോടാ? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ദേ തള്ളേ, ഞങ്ങൾ മോഷ്ടാക്കളൊന്നുമല്ല. നിങ്ങളെ കൊല്ലാൻ ഏൽപ്പിച്ചത് ഈ പറഞ്ഞ നിങ്ങളുടെ മകൻ തന്നെയാ. എന്റെ മോനോ? നിങ്ങൾ കള്ളം പറയോ? എന്റെ മോൻ എല്ലാ തെറ്റും തിരുത്തിയവനാ. ഇന്നലെ രാത്രിയിൽ മോൻ തിരുത്തിയ കഥയല്ലേ പറയാനുള്ളത്. കൊല്ലാൻ വന്നപ്പോൾ ഇവരിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ എന്തായാലും ചാവും തള്ളേ. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. എന്റെ ദൈവമേ, ഒരു സ്വപ്നം കൂടി കാണിച്ച് എന്നെ ചതിച്ചു കളഞ്ഞല്ലോ നീ. എന്റെ മോൻ.
പൂജാമുറിയിൽ ഇരിക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞോ? എന്തു പറ്റി മോളെ? എന്തിനാ കരയുന്നേ? അമ്മ എന്നോട് പൊറുക്കണം. ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. തെറ്റോ? ആരോട്? വേദക്കുട്ടിയോട്. എന്റെ ദേവി, ഞാൻ എന്തായി കേൾക്കുന്നത്? വേദക്കുട്ടിയെ ഇതിനു മുൻപ് വേദനിപ്പിച്ച കാര്യമാണോ മോള് പറയുന്നത്? അല്ലമ്മേ, വേദക്കുട്ടിയുടെ അസുഖത്തിന് കാരണക്കാരൻ ഞാനാണ്. എന്താ കുട്ടി നീ പറയുന്നത്? വേദക്കുട്ടിയുടെ അസുഖത്തിന്റെ കാരണം നീയെന്നോ? മോൾ എന്ത് ചെയ്തു? അത് എന്റെ കയ്യിൽ വലിയമ്മ തന്നുവിട്ടതാണ്. വേദക്കുട്ടി നൃത്തത്തിൽ എന്നേക്കാൾ മികച്ചവളാവാതിരിക്കാനെന്നാ പറഞ്ഞത്. പക്ഷെ വേദക്കുട്ടിക്ക് ഇത്രയും സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നുന്നുണ്ടമ്മേ. എന്താ കുട്ടി നീ കാണിച്ചത്? വല്യച്ഛന്റെയും വല്യമ്മയുടെയും വാക്കുകൾ അനുസരിക്കരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞതല്ലേ? ആ പാവം കുഞ്ഞിനെ എല്ലാവരും കൂടി ചതിച്ചല്ലോ. എനിക്ക് പേടിയാവുന്നമ്മേ. ഞാനിപ്പോ ശരിക്കും വേദക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ കുഞ്ഞ് ചെയ്തത് തെറ്റ് തന്നെയാണ്, കൊടിയ ദ്രോഹമാണ്. ഒപ്പം പഠിക്കുന്നവർ നമ്മളെക്കാൾ മിടുക്കരാണെങ്കിൽ അവരിൽ നിന്ന് കൂടി പാഠങ്ങൾ പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വിരോധവും വൈരാഗ്യവും മനസ്സിൽ സൂക്ഷിക്കുകയല്ല. ഇക്കാര്യം അമ്മയോട് പറഞ്ഞെന്നറിഞ്ഞാൽ വല്യമ്മേനെ വഴക്ക് പറയും. വല്യച്ഛൻ ചിലപ്പോൾ... ഇല്ല മോളെ, നിന്നെ ഒരാളും ഒന്നും ചെയ്യില്ല. അമ്മയ്ക്കിത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ ക്രൂരതകൾ സഹിക്കാൻ പാടില്ലാതായിരിക്കുന്നു. അച്ഛന്റെ രാജ്യഭരണത്തെ പോലും ഇത് ബാധിക്കുന്നുണ്ട്. സത്യം പറ, മേധക്കുട്ടിക്ക് വേണ്ടി എന്റെ കുട്ടി പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ, അതോ ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണോ? ഇല്ലമ്മേ, വേദക്കുട്ടിക്ക് അബദ്ധമൊന്നും വരാതിരിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ജലപാനമില്ലാതെ പൂജാമുറിയിൽ ഇരിക്കാം, ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അവള് മരിക്കണ്ടമ്മേ. ഈ നല്ല മനസ്സിന് ഈശ്വരൻ മോൾക്ക് കൂലി തരും. അത് വേദക്കുട്ടിയുടെ തിരിച്ചുവരവിലൂടെയായിരിക്കും. ഇനിയൊരിക്കലും എന്റെ കുഞ്ഞു വഴിതെറ്റി പോകരുത്. നല്ലത് മാത്രമേ ചെയ്യാവൂ. മോളെ, നിങ്ങൾ എനിക്ക് കാവലിരിക്കണ്ട. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്ക്. എന്റെ മകന്റെ മാറ്റം സത്യസന്ധമാണെന്ന് ഞാൻ കരുതി. അവനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് ഞാൻ കരുതി. അവന്റെ കൈകൊണ്ട് ഞാൻ മരിക്കില്ല. ഞാൻ ഒരുപാട് ലാളിച്ച അവന്റെ കൈകൾ എന്റെ കഴുത്തിൽ അമരുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ സ്വയം എന്റെ ജീവൻ എടുക്കും. അമ്മ അങ്ങനെയൊന്നും പറയാതെ. അമ്മയുടെ ജീവന് ഉറപ്പുണ്ടാകാതെ ഞങ്ങൾ ഇവിടെ വിട്ടു പോകില്ല. അരുത് മോളെ, നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം വലുതാണ്. അത് വേണ്ടെന്ന് വെക്കരുത്. ഇളം പ്രായമല്ലേ വേദക്കുട്ടിക്ക്. അവൾക്കിനി ജീവിതം എത്രയോ കാണാൻ കിടക്കുന്നു. എന്റെ കണ്ണുകളിൽ എല്ലാം കണ്ട് അവസാനിച്ചതല്ലേ, അത് അടഞ്ഞു പോട്ടെ. ബന്ധങ്ങൾക്കൊക്കെ ഇത്രയേ അർത്ഥമുള്ളൂ മോളെ. എന്റെ മോൻ എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞതു മുതൽ ഞാൻ ചത്തതല്ലേ, പിന്നെ എന്ത് ജീവിതം? എന്താ മോളീ പറയുന്നത്? വേദക്കുട്ടി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ അവിടൊക്കെ നോക്കിയമ്മേ, കാണുന്നില്ല. എന്റെ ഈശ്വര. മോളെ, വേദക്കുട്ടി, വേദക്കുട്ടി, മോളെ, മോളെ, വേദക്കുട്ടി, വേദക്കുട്ടി. അമ്മേ, അന്ന് വന്ന ദുഷ്ടന്മാര് എന്റെ പൊന്നുമോളെ എന്തെങ്കിലും ചെയ്തു കാണോ? ഇല്ല മോളെ, മോള് പേടിക്കല്ലേ. ഞാൻ അയൽവാസികളോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ. നീ സമാധാനമായിട്ടിരിക്കെ. ചിലപ്പോ കുഞ്ഞെന്തെങ്കിലും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടുണ്ടെങ്കിലോ. മോളെ, അമ്മയെ സമാധാനിപ്പിക്കട്ടോ. ഇപ്പൊ വരാം. വേദക്കുട്ടി, മോളെ, വേദക്കുട്ടി, വേദേ, മോളെ, വേദക്കുട്ടി. അയ്യോ, വേദക്കുട്ടി, മോളെ, ദൈവം എന്റെ മോള്. വേദേ, വേദക്കുട്ടി, വേദക്കുട്ടി, വേദക്കുട്ടി.
എന്റെ ദൈവമേ, എന്റെ കുട്ടിക്കൊന്നും വരുത്തരുതേ. നമുക്ക് പോകണ്ടേ അമ്മേ? വേദക്കുട്ടി അമ്പലത്തിൽ കൊണ്ടുപോണ്ടേ? വേദക്കുട്ടിക്ക് സുഖമാവണ്ടേ? മുത്തശ്ശി അന്വേഷിച്ചിട്ട് വരട്ടെ. കണ്ടില്ലെങ്കിൽ നമുക്ക് അന്വേഷിച്ച് ഇറങ്ങാം മോളെ. വേദക്കുട്ടി ദൂരെ എങ്ങും പോയി കാണൂല. അമ്മ ഈശ്വര, പാതി വഴി വരെ എത്തിച്ചിട്ട് എന്റെ കുഞ്ഞ്. ഓഹോ, മകളെ കൊണ്ട് കള്ളം പറയിച്ച് എന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാനാണോ തമ്പുരാട്ടിയുടെ ഉദ്ദേശം? അതിന്റെ ആവശ്യം എനിക്കില്ല ഏട്ടത്തി. ഇത്രയും ക്രൂരമായൊരു കാര്യം നിങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോ അതെങ്ങനെയാ ചോദിക്കാതിരിക്കുന്നത്? എന്ത് ക്രൂരത! ഞാൻ ഇവളുടെ കയ്യിൽ ആർക്കും കൊടുക്കാൻ ഒന്നും കൊടുത്തു വിട്ടിട്ടില്ല. വല്യമ്മ പറയുന്നത് കള്ളമാണ്. വല്യമ്മ തന്നെയാണ് എന്റെ കയ്യിൽ തന്നു വിട്ടത്. കള്ളം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കണ്ണൂത്തി പൊട്ടിക്കും. അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞിനോട് എനിക്കെന്താ അസൂയ? അവൾ എന്നെ മത്സരങ്ങളെ തോൽപ്പിച്ചിട്ടില്ല. ആരും എന്നേക്കാൾ നല്ലതാണ് അവളെന്ന് പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞിനെ കൊന്നുകളയാൻ ആരിൽ നിന്നോ കൊടും വിഷം വാങ്ങിച്ച് അവളെ കൊണ്ടത് തീറ്റിച്ചു. എന്നിട്ടിപ്പൊ പഴി ചുമക്കാൻ ഞാൻ വേണമെന്ന്. വർണ്ണമോള് കുഞ്ഞാണ്. അവൾ ഒരാളിൽ നിന്നും കൊടും വിഷം വാങ്ങി മറ്റൊരു കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാര് വിശ്വസിക്കും ഏട്ടത്തി? എന്നാൽ ഒരു കാര്യം ചെയ്യാം. പൂജാരിയുടെ മകളുടെ വിഷബാധയ്ക്ക് കാരണം കൊട്ടാരത്തിലെ കൊച്ചു തമ്പുരാട്ടിയാണെന്ന് ഞാൻ തന്നെ ആളുകളോടങ്ങ് പറയാം. എന്താ ചെയ്യട്ടെ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഏട്ടത്തിക്ക് അല്പം പോലും കുറ്റബോധം ഇല്ലാന്ന് പറയുന്നത് എന്നെ വേദനിപ്പിക്കുന്നു. ദേ നോക്ക്, വേദക്കുട്ടിയോട് ഇവൾക്ക് ശത്രുത ഉണ്ടായിരുന്നു. പക്ഷേ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോ മുതൽ വർണ്ണമോള് കണ്ണീരും പ്രാർത്ഥനയുമായി കഴിയുകയാണ് അവളുടെ ജീവന് വേണ്ടി. അതൊക്കെ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മയും മകളും ചേർന്ന് നടത്തുന്നതാണെന്ന് പറഞ്ഞു പരത്താൻ എനിക്കറിയാം. ഏട്ടത്തി, തെറ്റ് ചെയ്തത് നിന്റെ മകളാണ്. ഒരു കാര്യം മീനാക്ഷി മനസ്സിൽ കുറിച്ചിട്ടോളൂ. എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി അമ്മയും മകളും മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി ഈ വിവരം ദേശമംഗലത്തെ പ്രജകളെ മുഴുവൻ അറിയിക്കും. പ്രജകളെ സംരക്ഷിക്കേണ്ട രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് തന്നെയാണ് പ്രജകളെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കും. അച്ഛൻ തമ്പുരാൻ അഭിമാനം ബാക്കി വേണമെങ്കിലേ അമ്മയും മകളും നാവടക്കി മിണ്ടാതിരുന്നോണം, കേട്ടല്ലോ? സുകന്യയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് ദോഷമുണ്ടാക്കിയിട്ട് മറ്റൊരുത്തേക്ക് ഒന്നും നേടാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മളിനി എന്ത് ചെയ്യും അമ്മേ? ഞാൻ കാരണം അച്ഛൻ തമ്പുരാനും കൂടി ചിത്തപ്പേരുണ്ടാകുമോ? മോള് പേടിക്കണ്ട. എല്ലാം കാണുന്ന സർവേശ്വരൻ മുകളിലുണ്ട്. ഈ അഹങ്കാരത്തിന് അദ്ദേഹം വിധിച്ച സമയം മാത്രമേ ഉള്ളൂ. വേദക്കുട്ടി, വേദക്കുട്ടി, അമ്മേ എല്ലായിടത്തും തിരിഞ്ഞല്ലോ. എന്താ വേദക്കുട്ടി കാണാത്തത്? അമ്മയ്ക്ക് അറിയില്ല മോളെ. അമ്മ ആരോടൊക്കെയാണ് ഉത്തരം പറയേണ്ടത്? വേദമൊക്കെ എന്തെങ്കിലും പറ്റിയാല് എല്ലാരും കൂടി കുത്തി കീറിക്കളയും നമ്മളെ. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി നോക്കാമേ. വേദക്കുട്ടി ഇല്ലാതെ നമുക്ക് പോവണ്ട. അതെ മോളെ, മുത്തശ്ശി പറഞ്ഞതുപോലെ ഇവിടെ അടുത്തെവിടെയെങ്കിലും അമ്പലമുണ്ടെന്ന് അറിഞ്ഞ് അങ്ങോട്ട് വല്ലതും പോയതായാൽ മതിയായിരുന്നു. ഈശ്വര, എന്റെ മോള്. ഭഗവാനെ. അമ്മേ ദേ നോക്ക്. നിങ്ങളുടെ അമ്മയെ കൊല്ലുകയോ തിന്നുകയോ ചെയ്യും. അതിൽ എനിക്കെന്ത് കാര്യം എന്നല്ലേ ചോദിച്ചത്? നിങ്ങളുടെ അമ്മയാണോ ആ മുത്തശ്ശി? പറയൂ, നിങ്ങളെ ആ മുത്തശ്ശി പ്രസവിച്ചതാണോ? പ്രസവിക്കാതെയും ഒരു സ്ത്രീക്ക് അമ്മയാവാം, സ്നേഹം കൊണ്ട്. അപ്പോ ആ അമ്മയിൽ നിന്ന് സ്നേഹം തട്ടിപ്പറിച്ച് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോ ആ അമ്മയോട് എന്തെങ്കിലും കടപ്പാടുണ്ടോ? ആ അമ്പലനടയിൽ നിന്നും ആ അമ്മ നിങ്ങളെ എടുക്കാതെ തിരിച്ചു നടന്നിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ആരായിരിക്കും? എവിടെയെങ്കിലും ഭിക്ഷ എടുത്ത് നടക്കുന്ന ഒരാൾ. നിങ്ങൾ വഴിവിട്ട് നടക്കുന്നത് കണ്ടപ്പോ തിരുത്താൻ ശ്രമിച്ചു. അതിന് ആരെങ്കിലും സ്വന്തം അമ്മയെ കൊല്ലോ? നോക്കൂ,
മരണം വിധിക്കപ്പെട്ട ഒരു കുട്ടിയാണ് ഞാൻ. എന്റെ കൂടെയുള്ളത് എന്റെ മല്ലിയമ്മയാണ്. അത് എന്നെ പ്രസവിച്ച അമ്മയല്ല, പക്ഷേ സ്നേഹം കൊണ്ട് എന്നെ പൊതിയുന്ന അമ്മയാണ്. അമ്മമാർക്ക് നമ്മളിൽ നിന്ന് വേറൊന്നും വേണ്ട, സ്നേഹം മാത്രം മതി. അത് കൊടുത്താൽ അവരവരുടെ ജീവൻ തന്നെ തരും നമുക്ക്. വൈകിട്ടൊന്നുമില്ല, മുത്തശ്ശേനി കുറച്ചു കാലമല്ലേ ജീവിക്കൂ. അത്രയും കാലം ആ അമ്മയ്ക്ക് മനസ്സമാധാനം കൊടുത്തൂടെ? അങ്ങ് ആലോചിച്ചു നോക്കൂ, അങ്ങക്ക് എപ്പോ മുതലാ മനസ്സമാധാനം നഷ്ടപ്പെട്ടത്? അമ്മയെ ദ്രോഹിക്കാൻ തീരുമാനിച്ച നിമിഷം അല്ലേ? ചിന്തിക്കൂ. മോനെ, എഴുന്നേൽക്ക്. പാവ, ഈ കുട്ടിക്ക് എന്തറിയാം? അവള് നിന്നോട് പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. അല്ലമ്മേ, ഇവള് പറയുന്നതൊക്കെ സത്യമാ. ഞാൻ ബോധപൂർവം മറന്ന സത്യങ്ങള്. സമ്പത്താണ് മുഖ്യമെന്ന് ചിന്തിച്ച എനിക്ക് ഈ കുട്ടി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലായിരുന്നു. ഇവള് ബുദ്ധിമതിയാ. സ്നേഹത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഇവളെ ആർക്കും മറികടക്കാനാവില്ലമ്മേ. പുകഴ്ത്തുന്ന മതിയാകൂ. മുത്തശ്ശിയോട് എന്താ പറയാനുള്ളത്? മാപ്പ് പറച്ചിലും അതിന്റെ ശിക്ഷ ചോദിക്കലും ഒക്കെ ഇതിനു മുമ്പ് ഞാൻ അമ്മയോട് പലവട്ടം നടത്തിയിട്ടുണ്ട്. അതൊക്കെ എന്റെ കള്ളത്തരങ്ങൾ എനിക്ക് അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഇല്ല, ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല. അമ്മയുടെ സ്നേഹത്തിന്റെ കടം ഞാൻ എന്റെ പ്രവൃത്തിയിലൂടെ വീട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളെ ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുമ്പോ ഇതുവഴി വരൂ. അമ്മയെ പരിചരിക്കുന്ന ഒരു മകനെ നിങ്ങൾക്ക് കാണാം. തൽക്കാലം അതാ എന്റെ ഉദ്ദേശം. മോനെ, ഇപ്പൊ ഞാൻ എന്നെ തിരുത്തിയില്ലെന്നുണ്ടെങ്കിൽ മരണം കൊണ്ട് പോലും എന്നെ തിരുത്താനാവില്ല. മോളെ വേദക്കുട്ടി, നിന്നെ കാണാതായപ്പോ ഞങ്ങൾ കുറെ വിഷമിച്ചു. ഇത്രയും നല്ല കാര്യത്തിനാണ് മോള് പോയതെന്ന് അറിഞ്ഞില്ല. എന്നാലും വേദക്കുട്ടിക്ക് പറഞ്ഞിട്ട് പോവായിരുന്നു. വേദക്കുട്ടിയെ കാണാതായപ്പോ ഞാനും അമ്മയും എന്തെങ്കിലും കഴിച്ച് ചത്തിരുന്നെങ്കിലോ? ചിടുകയാണ് നമ്മുടെ മുന്നില്. ഇവര് പുറപ്പെട്ടാലും ഇവർക്ക് വേണ്ടി ഒരു കെടാവിളക്ക് കത്തിക്കണം. ഈ കുഞ്ഞിന്റെ ജീവന് ഒരു ഉറപ്പ് കിട്ടും വരെ അവള് ജീവിച്ചേ പറ്റൂ. എന്റെ ദേവി, നീ കാത്തല്ലോ.